ഒരു സ്ഥലമാണ് ദദാൻ. നമുക്കൊരു സ്റ്റാച്ചു കാണാൻ പറ്റി. ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി, ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ ആ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ പോകുന്നത്. പിള്ളേരെ വീട്ടിൽ ഇരുത്തിക്കാണ്. സമയം 8:30 ആയതേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു ചെറിയ അടുത്തൊരു ബസ്സിനകത്ത് അല്ലേ ഇന്നത്തെ പോലെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാൻ വേണ്ടി പോവാണ്. എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 8:45. എത്ര മണി വരെ? 3 മണിക്കൂറാണ്. 9:45, 10:45, 11:45 ഒക്കെ ആകുമ്പോൾ കഴിയും. അതെ 3 മണിക്കൂറത്തെ ഒരു ചെറിയൊരു ട്രിപ്പാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങി. നമ്മൾ ഇന്നലെ രാത്രി ഒത്തിരി ലേറ്റ് ആയി പോയി. ഒരു എലിഫന്റ് റോക്കിന്റെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. രാത്രിയിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയി പോയി. ഇത്ര ഭാഗത്തെ റോഡുകൾ അവര് ടാർ ഇട്ടിട്ടില്ല. എന്താ നടത്തില്ല. ഇതല്ലേ പണ്ടത്തെ ആൾക്കാരുടെ ഒരു ചിന്താഗതിയില്ലേ, അവര് ഓരോ പാറ സെലക്ട് ചെയ്തിട്ട് അവര് ഇഷ്ടമുള്ള ഒരു പാറ സെലക്ട്. ഇപ്പം പറയണ എനിക്ക് ഈ പാറ ഇഷ്ടപ്പെട്ടു, എന്റെ ചൗടിയിലും ഇതിനകത്ത് വെച്ചാൽ മതി, മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യുക, ആൾക്ക് കാശ് കൊടുക്കുക, മരിച്ചു കഴിയുമ്പോൾ കൊണ്ടുനടക്കുക. നബാറ്റിയൻസ് കഴിഞ്ഞ അടുത്ത വേറെ ആൾക്കാർ വരുന്നത്. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്കെങ്ങാണ്ട് മുമ്പുള്ള സംഭവം. അത് കഴിഞ്ഞ് വരുന്നവർ ഇതെല്ലാം നശിപ്പിച്ചു കളയും. മനസ്സിലായോ? അങ്ങനെ നശിപ്പിക്കാതെ കിട്ടിയ ഒരെണ്ണമാണ് അതിന്റെ മാത്രം സ്കള്ള് കിട്ടിയേക്കുന്നത്. അതാണ് ആ സ്കള്ളൊക്കെ വെച്ച് എല്ലാം കിട്ടിയത്. അത് വെച്ചാൽ അവരുടെ രൂപമൊക്കെ ഉണ്ടാക്കി. ഒരു എലിഫന്റ് റോക്ക് രാത്രിയിലത്തെ വ്യൂ ഭയങ്കരമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു DJ സെറ്റപ്പ് ഒക്കെ കൊടുത്തു. ഭയങ്കര അടിപൊളിയായി. ഞങ്ങൾ ലൈഫിൽ തന്നെ ഞങ്ങള് ആദ്യമായിട്ട് എങ്ങനെ ഒരു സംഭവം രാത്രിയിലൊക്കെ പോയിട്ട് കാണുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഈ പാറയുടെ അടിയിലൊക്കെ ടെന്റ് ഉണ്ടാക്കി വെച്ചേക്കാണ്. ടെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് എങ്ങനെ കിടന്നുറങ്ങും രാത്രിയില്? ഇതിന്റെ ഈ പാറയുടെ ഒക്കെ അടിയില് അവര് ടെന്റ് ഉണ്ടാക്കി. ഇന്നലെ നമ്മളുടെ വീട്ടിൽ നിങ്ങൾ കണ്ടു കാണും. ഈ വലിയ പാറയുടെ അടിയിൽ അവര് ടെന്റ് ഉണ്ടാക്കിയിട്ട് വലിയ കാശുള്ള ആളുകൾ, വലിയ ഇവിടുത്തെ മിനിസ്റ്റർ അങ്ങനത്തെവർക്ക് വേണ്ടിട്ട് ഹെലിപ്പാഡ് സെറ്റ് ചെയ്തേക്കും. അപ്പൊ അവര് വരുമ്പോ അവര് താമസിക്കുന്ന സ്ഥലമായിരിക്കും. അത് VIP ഏതായിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഹെലിപ്പാഡ് വെക്കത്തില്ല. അത് ശരിയാ, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ. എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വേറൊരു രാജ്യത്തൂടെ യാത്ര ചെയ്തൊരു ഫീലിങ്സ് ആയിരുന്നു ശരിക്കും നമുക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയത്. നമ്മള് ഇന്നലെ പോയതാണ് ആ മഴയുടെ മണ്ടലാണ്. ഞാൻ ആ ലൈൻ കാണിച്ചായിരുന്നു ഓർക്കുന്നത്. നമ്മൾ 2 ദിവസം മുമ്പ് ഇട്ട വ്യൂ പോയിന്റിന്റെ മോള് അതാണ്. നല്ല ശരിക്കും എന്തുമാത്രം പൊക്കത്തിലാണ്. അതിന്റെ മണ്ടയിൽ കൂടെ നമ്മള് വണ്ടി ഓടിച്ചത്. ഈ കാണുന്ന ഈ നേരെ കാണുന്ന ലൈൻ കണ്ടോ? ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഇന്നലെ അങ്ങോട്ട് പോയത്. കണ്ട രാത്രി നമ്മൾ കണ്ട ഹരാത്ത് വ്യൂ പോയിന്റ് അതുവഴിയാണ് നമ്മൾ പോയത്. മോളിൽ കൂടെ. അതെ, എന്ത് പൊക്കത്തിലാണ് നമ്മള് കാണിച്ചത്. 4000 അടി. അതിനകത്ത് പറഞ്ഞിരുന്നത് 4000 അടി പൊക്കത്താണെന്നാണ്. ഇതൊരു ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിന്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അല്ലെങ്കിൽ സൗദിയിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വരണം. പിന്നെ ഇവിടം വരെ വണ്ടി ഓടിച്ചു വരിക എന്ന് പറയുന്നത് ശരിക്കും ഒത്തിരി അതായത് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. 12 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു നമുക്ക് ഈ അൽ ഉല എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാനായിട്ട് പറ്റും. അതായത് മൊത്തം 1150 കിലോമീറ്ററും 12 മണിക്കൂറും നീണ്ട യാത്രയായിരുന്നു. അപ്പം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇവിടെ വരാൻ പറ്റുള്ളൂ. പിന്നെ ഫ്ലൈറ്റ് വഴിയൊക്കെ വരാൻ പറ്റും. അറിയില്ല, അതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. ഉണ്ടായിരിക്കും. ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവര് സൗദിയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അലുല വന്ന് കാണണം. ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് കണ്ടോ, ദൂരെ കണ്ടോ വണ്ടിയിൽ ആൾക്കാർ വന്നിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഫാമിലി ആയിട്ട് വന്നിട്ടൊക്കെ. അതെ നമ്മൾ അതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോ കുറെ മലകളിലൊക്കെ നമ്മൾ കണ്ടില്ലായിരുന്നു. ഗ്രാൻഡ് കാനിയോൺ എന്ന് പറഞ്ഞ ശ്രീകുട്ടനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലം. അതുപോലെ ശരിക്കും നമുക്ക് അതിന്റെ മുകളിൽ നിന്നിട്ട് തോന്നിയായിരുന്നു. അവിടുത്തെ റെഡ് സ്റ്റോൺ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ താഴോട്ട് നോക്കിയപ്പോ ഒരു ഇതിന്റെ കളർ റെഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ? റെഡ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. നോക്കി ഇവിടെയൊക്കെ റെഡ് കളറാണ്. ചെങ്കല്ല് അതേപോലെ തോന്നുന്നു എന്തായാലും. പക്ഷെ ഇത് കണ്ടോ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നുണ്ടോ താഴോട്ടൊക്കെ ഈ കല്ലുകള്. ശരിക്കും എന്തോ ഇല്ല, എന്തൊരു ഒരു ഇതാണല്ലേ. എന്താ പറയേണ്ടത് അതില്ല. നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അധികം പറയാൻ അറിയില്ല.
എന്നാലും ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ലൈഫിൽ. ഇതൊക്കെ വന്ന് കാണണം. നമുക്ക് സൗദിയിലായതുകൊണ്ടല്ലേ നമ്മളിതൊക്കെ കാണും അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ വന്ന് കാണാൻ പറ്റിയത് ഒരു നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യം എനിക്ക് പണ്ടൊന്നും എനിക്ക് ഹിസ്റ്ററി ഒന്നും ഇഷ്ടമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഹിസ്റ്ററി അറിയണമെന്നും എങ്ങനെ ഓരോ സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും പറയുന്നത് ഹിസ്റ്ററി അറിയാനും ഇങ്ങനത്തെ പഴയ പഴയ സ്റ്റോറികളൊക്കെ കേൾക്കാനും പഴയ കാലഘട്ടത്തിന്റെ കഥകളൊക്കെ കേൾക്കാനും സ്റ്റോൺ ഏജ് ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇപ്പൊ പുതിയൊരു ഇഷ്ടം അങ്ങോട്ട് കയറുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. ഇതെല്ലാം നമ്മളെ വന്ന് കൊണ്ട് കാണിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിതൊന്നും വേണ്ടാതെ പറഞ്ഞിരിക്കുകയാണ്, പക്ഷെ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പൊ നമ്മള് നമ്മുടെ ബസ് കിടക്കുന്ന സ്ഥലം വിന്റർ പാർക്കോ വിന്റർ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ആ ബസ് കയറിയിട്ട് വേണം നമ്മുടെ സ്ഥലത്ത് പോകാനായിട്ട്. നമ്മുടെ വണ്ടി പോകത്തില്ല, അത് ആ ബസ്സുകൾ മാത്രം, വേറെ പ്രൈവറ്റ് നമ്മുടെ വണ്ടികൾ പോകുന്ന ഏരിയ അല്ല. അതുകൊണ്ടാണ് ഒരു ബസ് തന്നെ നമ്മൾ ബസ്സിനകത്തേക്ക് കയറുന്നത്. നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ പ്രധാനമായും 2 സ്ഥലത്തെ കാഴ്ചകളാണുള്ളത്. അതിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ദദാന്റെ കാഴ്ചകളാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തലേദിവസം പോയി ബുക്ക് ചെയ്യണം. വിന്റർ പാർക്കിൽ പോയിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. അവിടുത്തെ ഒരു ഓഫീസിൽ പോയിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലുലയിൽ മെയിനായിട്ട് 2 ടൂർ സർവീസുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഹെഗ്രയും രണ്ടാമത്തേത് ദദാനും ജബൽ ഇഗ്മ എന്ന സ്ഥലവുമാണ് മെയിനായിട്ട് ഉള്ളത്. ഹെഗ്രയുടെ കാഴ്ചകൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. ആ വീഡിയോകളൊന്നും കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഹെഗ്ര 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് നമുക്ക് അറിയാൻ സാധിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം പറയുന്ന ദദാൻ എന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഈ ഒരു ബസ് യാത്ര ഏകദേശം 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. നമുക്ക് ഈ പോകുന്ന വഴിക്കെല്ലാം ധാരാളം ഈന്തപ്പന തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ധാരാളം പാറകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഈ 2 സ്ഥലങ്ങളിലും നമ്മുടെ സ്വന്തം വണ്ടി കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. ഈ ഒരു ബസ്സിലൂടെ മാത്രമേ നമുക്ക് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ സ്ഥലങ്ങളൊക്കെ റിസർവ്ഡ് ഏരിയ ആണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പായ ദദാനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു മ്യൂസിയം പോലെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് കണ്ടെത്തിയ കുറച്ച് ആൾ രൂപങ്ങൾ, കോയിൻസ്, പാത്രങ്ങൾ, ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ മൊത്തം കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഇവിടുത്തെ പ്രശസ്തമായ സിംഹ കല്ലറകളാണ്. ഇത് ലയൺ ടൂംസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അല്ലുലയിലെ മണൽ കുന്നുകൾക്കിടയിൽ മറഞ്ഞു കിടന്ന ഒരു സ്ഥലമാണ് ദദാൻ. ദദാൻ എന്ന പുരാതന നഗരത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ ശരിക്കും ഇന്ന് കാണാൻ പോകുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഇവർക്ക് മണ്ണിനടിയിൽ നിന്ന് ലഭിച്ച 7 അടി ഉയരമുള്ള ഒരു ആൾ രൂപമാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ചരിത്രം ആരംഭിക്കുന്നത് 7000 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്ത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സിവിലൈസേഷൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ അല്ലുലയിലെ താഴ്വരയിൽ മനുഷ്യർ ഒത്തുകൂടിയിരുന്നു. അവർ വെറും നാടോടികളായിരുന്നില്ല. കല്ലുകൾ കൊണ്ടുള്ള കൂറ്റൻ മതിലുകൾ അവർ അന്ന് നിർമ്മിച്ചിരുന്നു. ഇതിനെയാണ് മുസ്താത്തിൽസ് എന്ന് വിളിച്ചിരുന്നത്. സൗദി അറേബ്യയിലെ 7000-8000 വർഷങ്ങൾ പഴക്കമുള്ള നിയോലിത്തിക് സ്റ്റോൺ സ്ട്രക്ചറാണ് മുസ്താത്തിൽസ്. ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് ഉള്ളത്. ഇത് മെയിനായിട്ട് ആചാരങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചവയാണ്. മൃഗങ്ങളെ ബലിയർപ്പിക്കാനും പ്രകൃതി ശക്തികളെ ആരാധിക്കാനും വേണ്ടിയാണ് അവർ ഈ ഇടങ്ങൾ ഉപയോഗിച്ചിരുന്നത്. കാലങ്ങൾ കടന്നുപോയി ശിലായുഗത്തിലെ ആ ഗോത്രങ്ങൾ ഒരു വലിയ സിവിലൈസേഷനായി രൂപപ്പെട്ടു. അതായിരുന്നു ദദാൻ രാജ്യം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങളും വിലപിടിപ്പുള്ള രത്നങ്ങളുമായി ഒട്ടകത്തിൽ വരുന്ന വ്യാപാരികളുടെ ഒരു പ്രധാന വിശ്രമ കേന്ദ്രമായിരുന്നു ദദാൻ. ഇത് മരുഭൂമിയിലെ ഒരു പ്രധാന വിശ്രമ കേന്ദ്രമായി മാറാൻ കാരണം ഇവിടുത്തെ ജലസ്രോതസ്സായിരുന്നു. ദദാനിലെ ജനങ്ങൾ വെറും കച്ചവടക്കാർ മാത്രമായിരുന്നില്ല, അവർ മികച്ച എഞ്ചിനീയർമാരുമായിരുന്നു. മരുഭൂമിയിലെ പാറക്കിടയിൽ നിന്നും വെള്ളം കണ്ടെത്താനും കൃഷി ചെയ്യാനും അവർക്കറിയാമായിരുന്നു. കല്ലിൽ കൊത്തിയെടുത്ത മനോഹരമായ വീടുകളും കൂറ്റൻ കിണറുകളും ആ നഗരത്തെ ഒരു കൃഷിഭൂമിയാക്കി മാറ്റി. BC 9-ാം നൂറ്റാണ്ട് മുതൽ BC 6-ാം നൂറ്റാണ്ട് വരെ ദാദനൈറ്റീസ് ആണ് ഇവിടെ ഭരിച്ചിരുന്നത്. BC 5-ാം നൂറ്റാണ്ട് മുതൽ 2-ാം നൂറ്റാണ്ട് വരെ ലിഹാനൈറ്റീസ് ആണ് ഭരിച്ചിരുന്നത്. ദാദനൈറ്റീസിന് ശേഷം അധികാരത്തിൽ വന്ന ലിഹാനൈറ്റീസ് വംശജരുടെ കാലത്താണ് ഈ നഗരം അതിന്റെ പ്രതാപത്തിലെത്തിയത്. പിന്നീട് അറേബ്യയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ സാമ്രാജ്യമായി മാറി. അവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കൂറ്റൻ പ്രതിമകളൊക്കെ നിർമ്മിച്ചു. ഏകദേശം 7 അടി ഉയരമുള്ള ശില്പങ്ങളാണ് അവയൊക്കെ. 2900 വർഷങ്ങൾക്ക് മുമ്പാണ് ദാദനൈറ്റീസ് വന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പാണ് നബത്തിയൻസ് വന്നത്. അതിനുശേഷമാണ് റോമൻസിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നത്. പ്രീ ഇസ്ലാമിക് പീരീഡിൽ ഇവിടെ മുഴുവനും ട്രൈബ്സ് ആയിരുന്നു. പിന്നീടാണ് ഇസ്ലാമിക് പീരീഡ് സ്റ്റാർട്ടാവുന്നത്. 18-20-ാം നൂറ്റാണ്ടിലൊക്കെ ഇവിടെ ട്രെയിനൊക്കെ വന്നു. ഈ കാണുന്നതാണ് ലയൺ സ്റ്റോംബ് അഥവാ സിംഹക്കല്ലറ. അന്നത്തെ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ഒക്കെ അടക്കിയിരുന്ന സ്ഥലമാണ്.
അവരുടെ ആ കല്ലറയ്ക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആ ഒരു സിംഹത്തെ കൊത്തിവെച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലം കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. ഈ കാണുന്നത് കോയിൻസും അതുപോലെ തന്നെ ബ്രോൺസ് കാലഘട്ടത്തിലെ പാത്രങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. സാൻഡ്സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റൈറ്റ് ഹാൻഡ് സ്റ്റാച്ചു ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു ടൂർ ഗൈഡ് നമുക്ക് ആ ഒരു ദദാന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. One of the most important things that make Al-Ula special is the trade route or the അല്ലുലയുടെ ഏറ്റവും സ്പെഷ്യൽ ഇവിടുത്തെ ട്രേഡ് റൂട്ട് ആയിരുന്നു. ഈ കാണുന്നതാണ് ദദാൻ. ആ സമയത്ത് ദദാനിലായിരുന്നു ട്രേഡേഴ്സ് റെസ്റ്റ് എടുക്കാൻ എത്തിയിരുന്ന സ്ഥലം. ട്രേഡേഴ്സ് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം ഇവിടുത്തെ ജലസ്രോതസ്സായിരുന്നു. അതിലൂടെ ദദാൻ എന്ന നഗരം വികസിച്ചു. 2005 മുതലാണ് അവർ ഈ സിവിലൈസേഷനൊക്കെ കണ്ടെത്തി തുടങ്ങിയത്. ഇവിടെ പറയുന്നത് ആ ഒരു എക്സ്കവേഷനിലൂടെ അവർക്ക് കിട്ടിയ സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. statues, the one that you see it here inside. And also we have the live tombs. So the holes that you saw them in the mountain, they are tombs. ഇവിടെ നമുക്ക് രണ്ട് സിവിലൈസേഷനുകളുടെയും ടോംബ് നിർമ്മാണത്തിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാദനൈറ്റീസിന്റെ നിർമ്മാണ രീതി ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ നബത്തിയൻസിന്റെ കണ്ടിരുന്നു അല്ലേ? അതൊരു ശരിക്കും ഒരു രാജകീയമായ രീതിയിലാണ് അവർ നിർമ്മിച്ചിരുന്നത്. ഈ കാണുന്നത് കുന്തിരിക്കമാണ്. അന്നത്തെ കാലത്ത് കുന്തിരിക്കത്തിന്റെ ബിസിനസ് ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ ഒരു ഹിസ്റ്ററി പറഞ്ഞായിരുന്നു, ഒമാന്റെ ഹിസ്റ്ററി. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സലാലയിലാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് കുന്തിരിക്കം ഉണ്ടായിരുന്നത്. ഈ കാണുന്നതെല്ലാം സാൻഡ്സ്റ്റോൺ സ്റ്റാച്യൂസ് ആണ്. ഇതെല്ലാം അവർക്ക് മണ്ണിനടിയിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് കാണാൻ പറ്റും കണ്ടോ, 3 ഹെഡും ഒരു ഹാൻഡുമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്, അത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റാച്യു കാണാൻ പറ്റി, പക്ഷെ അതിൻ്റെ ഭാഗങ്ങളെല്ലാം പൊട്ടിപ്പോയേക്കാണ്, കൈയും തലയും ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ആ ഒരു സിംഹ കല്ലറ കാണാൻ വേണ്ടി പോവാണ്, ലയൺ ടോംസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ സിംഹ കല്ലറകളാണ്. അതിൻ്റെ അർത്ഥം മരണമില്ലാത്ത കാവൽക്കാർ എന്നാണ്. ഈ സിംഹക്കല്ലറ സാധാരണക്കാരുടെ കല്ലറയായിരുന്നില്ല, മറിച്ച് രാജകുടുംബാംഗങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വേണ്ടിയുള്ളതായിരുന്നു ഈ കല്ലറകൾ. We call them the lion tombs because they carve 4 lions in the mountain, like these pictures here. So they carve 4 lions like that. So in the mountain only 4 lions, and usually the lions it's symbolized for power. So the holes they are the tombs. We have more than 700 tombs by the way, more than that. The whole mountain, but most of them covering by the sand until now we are allowed to discover them. So usually the tombs belong to one person or two or the whole family. So it depends. And of course, usually the rich people they will get the tomb. Not everyone at that time. So, but they always they believe there is another life after their death. So that's why they always focus about their tombs rather than their houses. You can see it here if you want the lions. So it's only carve them like that in the mountain. ഈ കല്ലറകളുടെ പ്രവേശന കവാടത്തിൽ 2 സിംഹങ്ങളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. സിംഹം രാജകീയതയുടെയും കരുത്തിൻ്റെയും പ്രതീകമാണ്. മരിച്ചവർക്ക് പരലോകത്ത് സംരക്ഷണം നൽകാനാണ് ഈ സിംഹങ്ങളെ കാവൽ നിർത്തിയിരിക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം. അതേപോലെ തന്നെ മണ്ണിൽ നിന്നും 50 മീറ്ററോളം ഉയരത്തിൽ കുത്തനെയുള്ള പാറയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്ര ഉയരത്തിൽ ഇത്ര കൃത്യതയോടെ ഈ രൂപങ്ങൾ എങ്ങനെ നിർമ്മിച്ചു എന്ന് ഇന്നും ഒരു നിഗൂഢതയാണ്. ഇത് അന്നത്തെ കാലത്തുള്ള ആളുകളുടെ നിർമ്മാണത്തിലുള്ള കഴിവിനെയാണ് കാണിക്കുന്നത്. നമുക്ക് അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ആ ആക്ടിവിറ്റിയിലൂടെ ഒരു ആർക്കിയോളജിസ്റ്റിന്റെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അവർ നമുക്ക് ആദ്യം തന്നെ ഡ്രസ്സൊക്കെ തരും, അത് കഴിഞ്ഞിട്ട് പിന്നെ ടൂൾസ് ഒക്കെ തരും. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥലത്തിന്റെ മണ്ണിനടിയിൽ സാധനങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ആർക്കിയോളജിസ്റ്റ് ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് എക്സ്കവേഷൻ ചെയ്യുന്നതെന്നും അവിടെ നിന്ന് കിട്ടിയ സാധനം എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളോട് ആദ്യം തന്നെ ആ ഒരു തന്നിരുന്ന ഗ്ലൗസ് ഇടാൻ പറഞ്ഞു. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സ്ഥലത്തൊന്ന് കുഴിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു കല്ല് കിട്ടി. അതിലൊരു ചെറിയ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യണം.
എല്ലാവരും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളൊക്കെയാണ് കിട്ടിയത്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ സാധനമാണ് കിട്ടിയിരുന്നത്. ചില ആളുകൾക്ക് സ്കൾ, ബോൺ, സ്കെലിറ്റൺ ഒക്കെ കിട്ടി. ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളൊക്കെയാണ് കിട്ടിയത്. ഞങ്ങൾക്കാണെങ്കിൽ ഒരു ആടിൻ്റെ പടമുള്ള ഒരു കല്ലാണ് കിട്ടിയിരുന്നത്. രണ്ടാളുടെ സെയിം ആയിരുന്നു. 3 ആടിനെ കിട്ടിയിരുന്നു. ചേട്ടൻ എനിക്ക് 3 ആട്. Let's go Roboton area. Check that. അങ്ങനെ നമ്മൾ അടുത്ത ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്ലൗസ് ഒക്കെ ഊരി വെച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. ഇതാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഞങ്ങൾ രണ്ടാളുടെയും സെയിം ആയിരുന്നു. അടുത്തത് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കണം. അതിനകത്ത് നമുക്ക് ഡേറ്റ് രേഖപ്പെടുത്തണം, സമയം രേഖപ്പെടുത്തണം. അതുകൂടാതെ നമുക്ക് ലഭിച്ച വസ്തുവിൻ്റെ ചിത്രം വരയ്ക്കുകയും ചെയ്യണം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ ആ വസ്തുവിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത് ഒക്കെ രേഖപ്പെടുത്തണം. അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എത്ര വർഷം പഴക്കമുണ്ട് ഇതിനെ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തൊരു പ്രോസസ്സ്. അങ്ങനെ നമുക്ക് കിട്ടിയ സംഭവം ഒരു കവറിലാക്കി നമ്മളൊരു ബോക്സിൽ കൊണ്ടിട്ടു. ഇത് ശരിക്കും ഒരു അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഒരു ആർക്കിയോളജിസ്റ്റ് ഒരു സൈറ്റിൽ ചെന്നിട്ട് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം നമുക്കിവിടെ ചെയ്യാൻ പറ്റി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഈ കാണുന്ന മലയിൽ അടക്കം ചെയ്തിരിക്കുന്ന രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയാണ് എന്നാണ് പറയുന്നത്. സാധാരണക്കാരായ ആളുകളെ എവിടെയാണ് അടക്കം ചെയ്തിരുന്നതെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ഇവരിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. 2005 ഇവരുടെ പഠനങ്ങളൊക്കെ തുടങ്ങിയത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ബസ്സിനുള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ ഈ കണ്ടതും അറിഞ്ഞതുമായ കാഴ്ചകളും പ്രതിമകളും സിംഹക്കല്ലറകളും ലിഖിതങ്ങളും വെറും കല്ലുകളല്ല. ഇവ 2500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജനതയുടെ സ്വപ്നങ്ങളും വിശ്വാസങ്ങളും നിയമങ്ങളും ഒക്കെയായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.